നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ ചായ ഇതാക്കില്ല. ആ ഇതാരേ വരുന്നേ? കേറി വാ മോളെ. സുഖാണോ മോളെ? മോളിരിക്കെ, ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. ഡാ ഒന്നിങ്ങി വന്ന് ഇങ്ങോട്ട് വാടാ, പറയാം. ഫ്രാൻസിസ് സാറ് നാട്ടിലേക്ക് തിരിച്ചുപോയി. നല്ല കാര്യം. അയാളുടെ സസ്പെൻഷന് പുറകിൽ നീയാണെന്ന് എനിക്കറിയാം. എന്നെ ഫ്രാൻസിസ് ബുദ്ധിമുട്ടിച്ചതുകൊണ്ടല്ലേ നീ അയാൾക്ക് പണി കൊടുത്തത്. നീ എത്രയൊക്കെ പിണക്കം കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളില് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ തന്നെയാ ഫ്രാൻസിസിന് പണി കൊടുത്തത്. പക്ഷേ അത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അച്ഛൻ ധരിച്ച അതേ യൂണിഫോമാ ഫ്രാൻസിസും ധരിക്കുന്നത്. അതയാൾ ദുരുപയോഗം ചെയ്ത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ട് അയാൾക്ക് 8ന്റെ ഒരു പണി കൊടുത്തു. അത്രേ ഉള്ളൂ. അതിന് വെറുതെ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട. നീ ഇത്ര കാലം വെച്ചാ എന്നോട് പിണങ്ങി നടക്കാൻ പോന്ന്. ചേച്ചിയുടെ പ്രശ്നം ഇതാ. ഞാൻ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണെന്നാ ചേച്ചിയുടെ വിചാരം. കുട്ടികളാണ് പിണങ്ങി നടക്കുക. എനിക്ക് ചേച്ചിയോട് തോന്നുന്നതേ വെറുപ്പാ. ചേച്ചിക്ക് അറിയേണ്ടത് ഞാൻ എത്ര കാലം ഇത് തുടരാൻ പോകുന്നല്ലേ. ഗോപാലനും ഗിരിയേട്ടനും അഴിയിടുന്നത് വരെ. അവര് ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത് വരെ ചേച്ചിയോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ശരി, എന്റെ ഭാഗത്ത് ന്യായമുണ്ട്. പിന്നെ വാശിയുടെ കാര്യത്തില് നിന്നെ തോൽപ്പിക്കാൻ ആരുമില്ലല്ലോ. നീ എന്നെ എത്ര വേണമെങ്കിലും വെറുത്തോ. പക്ഷെ നീ എന്നും എനിക്ക് എന്റെ അനിയത്തിയ, എന്റെ കൂട്ടുകാരിയാ, എന്റെ മോള്. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒരു വിളിപ്പുറത്ത് ഞാനുണ്ടാവും. അത് നീ ഒരിക്കലും മറക്കരുത്. ഞാൻ പോട്ടെ. ഗൗരിയമ്മയോട് പറഞ്ഞാ മതി. നിനക്ക് മഞ്ജുവിനോട് വഴക്ക് കൂടുമ്പോ അവളേക്കാൾ കൂടുതൽ വിഷമമില്ലേ മോളെ? പിന്നെ എന്തിനാ ഈ വാശി കാണിക്കുന്നത്? ചേച്ചി ഗിരിയേട്ടനും ഗോപാലനും ചെയ്യുന്ന തെറ്റുകളെല്ലാം കണ്ടിട്ടും എല്ലാം സഹിച്ചും പുറത്തും കഴിയുക. എന്റെ ചേച്ചി അങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചേച്ചി പ്രതികരിക്കണം. തെറ്റ് ചെയ്തത് സ്വന്തം ഭർത്താവാണെങ്കിലും ചോദിക്കണം. വേണ്ടി വന്നാൽ ശിക്ഷിക്കണം. അത് ചേച്ചിയെ മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് എന്റേതായ രീതിയിൽ പ്രതികാരം ചെയ്യണമെങ്കിൽ ഞാൻ അതും ചെയ്യും. ഫ്രാൻസിസിന് ട്രാൻസ്ഫർ ആയില്ലേ? അയാൾക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ മഹിമ എന്നെ വെട്ടിച്ചു. അവൾക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നായിരുന്നില്ലേ നിന്റെ വിചാരം? നിന്നെ ബുദ്ധിമുട്ടിച്ചതിന് അവൾ ഫ്രാൻസിസിന് ഇങ്ങനൊരു പണി കൊടുത്തത്. എത്രയൊക്കെ വഴക്കുണ്ടായാലും അവൾക്ക് നിന്നോടുള്ള സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ടാവും.
അവള് നിന്നെ അമ്മയുടെ സ്ഥാനത്താ കണ്ടിട്ടുള്ളത്. എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും സ്വന്തം അമ്മയെ ആർക്കെങ്കിലും വെറുക്കാൻ പറ്റുമോ? അച്ഛനെ കൊന്നവർക്ക് കൂട്ടുനിൽക്കുന്നവര് അമ്മയുടെ സ്ഥാനത്ത് കണ്ടവരുണ്ടെങ്കിലും ആരായാലും വെറുക്കുക തന്നെ ചെയ്യും. നിനക്ക് വേണ്ടി ചെയ്തത് കണ്ടിട്ടും അവൾക്ക് നിന്നോട് സ്നേഹമില്ലാന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കടന്നുകൂടിയപ്പോ അവൾ എന്നോട് ക്ഷമിച്ചു കാണുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ അവളെ കണ്ട് സംസാരിക്കാൻ പോയി. എന്നിട്ട് അവള് ഫ്രാൻസിസിനെതിരെ നീങ്ങാൻ കാരണം ഗോപാലിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണെന്നാ അവള് പറഞ്ഞത്. എന്നെ അയാൾ ഉപദ്രവിച്ചതൊന്നും അവക്കൊരു വിഷയമായിരുന്നില്ല. അതൊക്കെ മഹിമ വെറുതെ പറയുന്നത്. ഫ്രാൻസിസിനെ അവൾക്ക് എപ്പോ വേണമെങ്കിലും ഒഴിവാക്കാമായിരുന്നല്ലോ. എന്തിനാ കൃത്യം നിന്നെ ബുദ്ധിമുട്ടിച്ചതിന് പുറകെ മഹിമ അങ്ങനെ ചെയ്തത്? നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ. നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോ അവൾ ഈ ശത്രുതയെല്ലാം മറന്ന് കുഞ്ഞിനെ കാണാൻ ആദ്യം ഓടിയെത്തും. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി എന്നോടും ഗിരിയേട്ടനോടും ഉള്ള ദേഷ്യം അവൾക്ക് നമ്മുടെ കുഞ്ഞിനോട് തോന്നുമെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ കുഞ്ഞിനെ വെറുക്കുന്നതിൽ എന്ത് ന്യായമുള്ളത്? എന്റെ അച്ഛനാണ് ഗിരിയേട്ടന്റെ അച്ഛനെ കൊന്നതെന്ന് വിശ്വസിച്ച് എന്നെ മഹിമയും ഗിരിയേട്ടന്റെ കുടുംബം വെറുത്തിരുന്നില്ലേ? അതിലെന്ത് ന്യായമുള്ളത്? ഒരാളോട് വെറുപ്പ് തോന്നുന്നതിന് എന്തെങ്കിലും ന്യായം വേണമെന്നൊന്നുമില്ല. ഒരിക്കൽ മനസ്സിൽ വെറുപ്പിന്റെ വിത്തുകൾ വീണ പിന്നെ അത് വളർന്ന് പന്തലിക്കാൻ അധികം സമയം വേണ്ടി വരില്ല. മഹിമയുടെ മനസ്സിൽ എന്നോടുള്ള വെറുപ്പ് നന്നായി വേരോടി കഴിഞ്ഞു. ഞാൻ കാരണം ഒരിക്കലും നീ മഹിമയും തമ്മിൽ പിരിയില്ല. ഇത് ഗിരിയുടെ വാക്കാ. ഡോക്ടർ കുട്ടി എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? വീട്ടിലേക്കായിരിക്കും അല്ലേ? നല്ലൊരു ഭർത്താവുള്ളതിന്റെ ഗുണം ഇതാ. പെട്ടെന്ന് വീട്ടിലേക്ക് അങ്ങ് എത്താൻ തോന്നും. താൻ എന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് അന്വേഷിക്കാനാണോ നടു റോട്ടിൽ വണ്ടി വട്ടം വെച്ച് നിർത്തി ഈ ഷോ കാണിച്ചേ? അല്ല, എനിക്കൊരു കാര്യത്തിൽ വ്യക്തത വേണം. നീയും മഞ്ജുവും ഒരുമിച്ചാണോ അതോ പിരിഞ്ഞോ? സത്യം പറയാലോ, നീയും മഞ്ജുവും തമ്മിൽ വഴക്കുകൂടി എന്നറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്റെ ഒരു ശത്രു കുറഞ്ഞു എന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഫ്രാൻസിസിന്റെ ജോലി നീ കളഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് നിങ്ങൾ തമ്മിലുള്ള ശത്രുതയൊക്കെ വെറും അഭിനയമാണ്. ഞാനും എന്റെ ചേച്ചിയും തമ്മിൽ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേ അഭിപ്രായമാണ്. ഞങ്ങളുടെ അച്ഛനെ കൊന്ന തന്നോട് പ്രതികാരം ചെയ്യണം. മഞ്ജു കുറെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നെ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചേച്ചി നിയമത്തിന്റെ വഴിക്കാ എല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തന്നെ പോലെ നിയമത്തെ ബഹുമാനിക്കാത്തവരോട് ആ വഴി സ്വീകരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ കളികളും ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴികളും എല്ലാം നിയമത്തിന് പുറത്തായിരിക്കും. എനിക്കറിയാം. പക്ഷേ ഫ്രാൻസിസിന് നീ കൊടുത്ത പണി പോലെ എളുപ്പത്തിൽ എന്നെ തളയ്ക്കാൻ പറ്റുമെന്നൊന്നും നീ കരുതണ്ട. ഇനിയെങ്ങാനും ഭാഗ്യത്തിന് നീ തരുന്ന പണി വിജയിച്ചാൽ തന്നെ അവനെ പോലെ കിട്ടിയ പണി പോക്കറ്റിലിട്ടോണ്ട് കയ്യും കെട്ടി പോകുന്നു നീ കരുതണ്ട. ഞാനപ്പോ തന്നെ പ്രതികരിച്ചിരിക്കും. താൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ട് തന്റെ ജീവിതം നരകമായിരിക്കും. ഓർക്കപ്പുറത്ത് തനിക്ക് പണികൾ കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ തവണ താൻ തോൽക്കുമ്പോഴും എന്റെ അച്ഛനുമായി താൻ ഉടക്കിയ ദിവസം ഓർത്ത് ദുഃഖിക്കും. എന്നെ നീ അങ്ങനെ ഉപദ്രവിക്കാൻ തീരുമാനിച്ച ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുക്കും. പിന്നെ എന്റെ സംരക്ഷണത്തിന് വരുന്നത് ചിലപ്പോൾ നിന്റെ ചേച്ചിയായിരിക്കും. ജോലിയോട് ആത്മാർത്ഥമുള്ളതുകൊണ്ട് അവളത് ചെയ്തെന്നും വരും. എന്റെ അടുത്തെത്താൻ നീ നിന്റെ ചേച്ചി എതിർക്കുമോ? തന്റെ എന്റെ ഇടയിൽ വരുന്നത് ആരാണെങ്കിലും
ഞാൻ എതിർക്കും. വേണ്ടി വന്ന തകർക്കും. മഞ്ജുവിനോ മാധവനോ പോലും എന്റെ കാര്യത്തില് ഇത്രയും പക ഞാൻ കണ്ടിട്ടില്ല.